ഒന്നങ്ങോട്ട് ഷെയർ ചെയ്തോളി. ആദ്യം നമുക്ക് KM ഷാജി സാഹിബിന്റെ ഒരു പ്രസംഗം കേൾക്കാം. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി ഏകദേശമൊക്കെ പൊളിറ്റിസൈസ് ചെയ്ത് നമ്മളെ വഴിയിലേക്ക് വന്നു. ഇപ്പൊ ഓരേതാ നമ്മളേതാന്ന് അറിയാത്ത ചെറിയൊരു കൺഫ്യൂഷൻ നാട്ടിലുണ്ടായിട്ടുണ്ട്. ജമാഅത്ത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് രാഷ്ട്രീയം സ്വീകരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് ലീഗ് ഒരു 10-70 കൊല്ലം പറഞ്ഞ വഴിയിലേക്ക് വന്നതുകൊണ്ട് ഇവര് പറയാണ് ജമാഅത്തുമായിട്ട് ഇതൊക്കെ എന്താ ബന്ധം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ജമാഅത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് പോടുന്ന. എടോ, അവര് നന്നായിട്ട് ഞങ്ങളെ വഴിയിലേ വരുന്നത്, ഞങ്ങൾ ഉത്തരവാദിയാ. ഇത് ഞങ്ങൾ പറഞ്ഞ മാർഗമല്ലേ? ഞങ്ങൾ മാറ്റി പൊളിറ്റിക്കൽ ഇസ്ലാം പറയണോ? ഞങ്ങൾ കുഴപ്പത്തിന്റെ വഴിയിലേക്ക് പോണോ? എന്തുമാത്രം ഒരു കുഴപ്പം പിടിച്ച ഭർത്താനാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ഈ പ്രസംഗം കേട്ടല്ലോ. ഇനി പാലക്കാട് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് MSFന്റെ നേതാവിന്റെ ഒരു പ്രസ്താവനന്റെ പോസ്റ്റർ കാണാം. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്ററിൽ മൗദൂദി എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ KM ഷാജി സാഹിബിനോട് ചോദിക്കാനുള്ളത്, ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിനെയും ഇപ്പോൾ കണ്ടാ തിരിച്ചറിയാത്ത കോലത്തിലായി എന്നാണ് KM ഷാജി സാഹിബ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ദാ പിറ്റേന്ന് ഇങ്ങനെ ഒരു മൗദൂദി എന്നുള്ളൊരു വിളി നീട്ടി വിളിച്ചും ചെയ്തിരിക്കുന്നു MSF കാരം. എന്താണ് ഇതിൽ നിങ്ങളുടെ നിലപാട്? ശരിക്ക് ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടില്ലേ? നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അതോ വീണ്ടും പോലും മൗദൂദി ആയി മാറിയിട്ടുണ്ടോ? അതായത് ഇങ്ങളിലേക്ക് എത്താൻ ഇനി എന്താണ് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള കൃത്യമായ വിശദീകരണം തരികയാണെങ്കിൽ നമുക്ക് ഓലയും തിരിച്ചറിയുന്നു, ഇങ്ങളെയും തിരിച്ചറിയുന്നു. അപ്പം എന്നാൽ ഷെയർ ചെയ്തോളി, ബാക്കിയുള്ള ലീഗുകാർ കമൻ്റ് ഇട്ടോളി. നമുക്ക് ഏതായാലും ഒറ്റ കാര്യമുള്ളൂ, അങ്ങനത്തെ ഒരു പ്രസംഗം നടത്തിയ സ്ഥിതിക്ക് ഇങ്ങനെ പിറ്റേന്ന് മൗദൂദിയെന്ന് നീട്ടി വിളിച്ചുമ്പോൾ അതൊന്ന് ചോദിക്കേണ്ട ബാധ്യത നമുക്കൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ചോദിക്കുന്നത്. തുറന്ന ചോദ്യം തന്നെയാണ്. ഇനി തുറന്ന ഉത്തരം, തുറന്ന തെറിവിളികളാണ് കൂടുതൽ ഉണ്ടാകുക എന്നറിയാം. എന്നിരുന്നാലും നല്ല ഒരു മറുപടി പ്രതീക്ഷിക്കുക. ഓക്കെ, നിർത്തുന്നു.